മോഡലിംഗ് ബേസ്ഡ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ ഓഫ് ട്രാവൽ ചോയ്സിൽ രണ്ടാമത്തത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആദ്യത്തെ ട്രിപ്പ് ജനറേഷൻ ആയിരുന്നല്ലോ. ട്രിപ്പ് ജനറേഷനിൽ ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് എത്ര ട്രിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഒരു പർട്ടിക്കുലർ സോണിൽ എൻഡ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് എടുക്കുന്നത്. ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ ആ കിട്ടിയിരിക്കുന്ന ട്രിപ്പ് ജനറേഷന് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്, അതായത് എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഒരു സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽ ആണെങ്കിൽ അത് ഏത് സോണിലാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് സോണിൽ അത് എൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു സോണിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പ് ആണെങ്കിൽ അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിലും കൂടി എടുത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ഈ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ആഫ്റ്റർ ഹാവിംഗ് ഒബ്റ്റെയിൻഡ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ട്രിപ്സ് ജനറേറ്റഡ് ഫ്രം ആൻഡ് അട്രാക്റ്റഡ് ടു ദ വേരിയസ് സോൺസ്, it is necessary to determine the direction of travel. The number of trips generated in every zone of the area under study has to be apportioned to various zones to which these trips are attracted. അപ്പോൾ ഓരോ സോണിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സിന് അത് ഏത് സോണിൽ എൻഡ് ചെയ്യുന്നു, ഓക്കെ, ഏത് സോണിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് ഒരു സോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സിനെ അത് എവിടെയാണ്, ഏത് സോണിലേക്കാണ് അത് പോകുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് ഏത് സോണിലാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, thus if g suffix I is the number of trip ends generated in zone I and aj is the number of trip ends attracted to zone j. ഓക്കെ, ഇപ്പം g suffix I എന്ന് പറയുന്നത് ട്രിപ്സ്, അതായത് ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്ന സോൺ ആണെങ്കിൽ, ഓക്കെ, അതായത് ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്പ് എൻഡ്സ് ആണെങ്കിൽ, ഓക്കെ, എ ജെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രിപ്സ് അട്രാക്റ്റഡ് ടു സോൺ ജെ, അതായത് സോൺ ജെയിൽ അവസാനിക്കുന്ന നമ്പർ ഓഫ് ട്രിപ്പുകളാണ് എ ജെ എങ്കിൽ, ഓക്കെ, ജി ഐ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പുകൾ അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണമാണെങ്കിൽ, ഓക്കെ, എ ജെ എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പുകളുടെ എണ്ണമാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ജെയിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ട്രിപ്പുകളുടെ എണ്ണമാണെങ്കിൽ, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ഡിറ്റർമൈൻസ് ദ നമ്പർ ഓഫ് ട്രിപ്സ് ടി ഐ ജെ വിച്ച് വുഡ് ഒറിജിനേറ്റ് ഫ്രം സോൺ ഐ ആൻഡ് ടെർമിനേറ്റ് ഇൻ സോൺ ജെ. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ടി ഐ ജെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ട്രിപ്പിനെ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ടി ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജെ എന്ന് പറയുന്ന സോണിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പ്. ഓക്കെ, ട്രിപ്പ് ടി ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഓക്കെ, ജെ എന്ന് പറയുന്ന സോണിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകളെയാണ് ടി ഐ ജെ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ജി സഫിക്സ് ഐ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന്, ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ആണ്. ഓക്കെ, അതുപോലെ എ ജെ എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്ന സോണിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ട്രിപ്പുകളുടെ എണ്ണമാണ്. ഓക്കെ, ഇപ്പം ടി ഐ ജെ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിപ്പിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് ജെ എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ട്രിപ്പ് ജനറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സോണിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ടി ഐ ജെ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. ഇതില് എക്സ് ആക്സിസിൽ ഡെസ്റ്റിനേഷൻസ് ആണ്, അതായത് അട്രാക്ഷൻസ് ആണ്. വൈ ആക്സിസിൽ ഒറിജിൻ ആണ്, അതായത് ജനറേഷൻസ് ആണ്. ഓക്കെ, ഓരോ സോണുകൾ, ഓക്കെ, ഡെസ്റ്റിനേഷൻ ആയിട്ട് വരുന്ന സോണുകൾ, ഓക്കെ, 1 2 3 4 അപ് ടു n എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻസ് ആണ് അല്ലെങ്കിൽ അട്രാക്ഷൻസ് ആണ്. അതുപോലെ ഇവിടെ വൈ ആക്സിസിൽ 1 2 3 4 അപ് ടു n എന്ന് പറയുന്നത് ജനറേഷൻസ് ആണ്, അതായത് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സോണുകളാണ് വൈ ആക്സിസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ട്രിപ്പ് എൻഡ് ചെയ്യുന്ന സോണുകളാണ് എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടി ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജെ എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പാണ്. ഓക്കെ, അതേപോലെ ഇവിടെ T42 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം 4 എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പാണ്. ഓക്കെ, അതുപോലെ
T33 എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുന്ന സോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ട്രിപ്പ് ജനറേഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു സോണിൽ എൻഡ് ചെയ്യുന്നതുമാണ് കിട്ടുന്നതെങ്കിൽ ഇത് ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സോണിൽ എൻഡ് ചെയ്യുന്ന എത്ര ട്രിപ്പുകൾ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിൽ ഓരോ റോസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു റോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന സോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്പുകളാണ്. 1 എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിന്റെ ഓരോ റോസും നമ്മൾ എന്ത് ചെയ്താ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ട്രിപ്സ് 2 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ആ കിട്ടുക. അതുപോലെ ഇതിന്റെ കോളംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, കോളംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഓക്കെ, ഇവിടെ ഓരോ സ്ഥലത്തും വരുന്ന ഈ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 1 കറസ്പോണ്ടിങ് ആയിട്ട് ആ കോളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പുകളാണ് കിട്ടുക, ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്. അതുപോലെ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടും. അങ്ങനെ നമുക്ക് ഇവിടെ ടോട്ടൽ ചെയ്ത് ഇടാനായിട്ട് പറ്റും, ഇപ്പൊ ഈ കാണുന്ന ഫിഗർ പ്രകാരം. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഫിഗറിന് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഇതിന്റെ എക്സ് ആക്സിസിൽ അട്രാക്ഷൻസ് അതായത് ഡെസ്റ്റിനേഷൻസും വൈ ആക്സിസിൽ ഒറിജിൻസും ആണ്, അതായത് ജനറേഷൻസ് ആണ്. ഓക്കെ, ഇതിൽ ട്രിപ്പ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ TIJ എന്നുള്ള ജനറൽ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യും. അതിന്റെ അർത്ഥം I എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് J എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സോണിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പ് എന്നുള്ള രീതിയിലാണ്, നമ്പർ ഓഫ് ട്രിപ്സ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ രീതിയിൽ കാണിക്കാനായിട്ട് പറ്റും, ഓരോ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ജനറേഷൻസിൽ അതായത് ഇതിന്റെ റോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ സോണിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടും. അതുപോലെ കോളംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ സോണിലും അവസാനിക്കുന്ന നമ്പർ ഓഫ് ട്രിപ്പുകൾ നമുക്ക് കിട്ടും. The horizontal axis of the matrix represent the zones of attraction. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എക്സ് ആക്സിസ് അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻസ് ആണ്, അല്ലെങ്കിൽ സോൺസ് ഓഫ് അട്രാക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത് 1, 2, 3 up to JN. ഓക്കെ, ആ രീതിയിൽ എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് അതായത് സോണുകളാണ് കാണിക്കുന്നത്, അതായത് എൻഡ് ചെയ്യുന്ന സോണുകളാണ്. ഓക്കെ, ഒരു ട്രിപ്പ് എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആവുന്ന സോണുകളാണ് കാണിച്ചിരിക്കുന്നത്. And the vertical axis represents the zones of generations or production. Vertical axis എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, സോൺസ് ഓഫ് ജനറേഷൻ ആണ്, അതായത് ഓരോ ട്രിപ്പുകളും സ്റ്റാർട്ട് ചെയ്യുന്ന സോണുകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് കാണാം 1, 2, 3 up to I up to N. ഓക്കെ, ആ രീതിയിൽ ഓരോ സോണുകളായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന, ഓക്കെ, ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന സോണുകളാണ് Y ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, അതായത് വെർട്ടിക്കൽ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. The number of trips indicated at the intersection of any zone of origin and attraction. Example, TIJ represents the number of trips originating in zone I and terminating in zone J. Okay, അപ്പം ഏതെങ്കിലും ഒരു സോണിലെ ഇന്റർസെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ഇപ്പം ഇവിടെ സോണുകളുടെ ഈ ഒരു ഇന്റർസെക്ഷൻ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 4 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 അവസാനിക്കുന്ന ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ TIJ ആണ് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, അതായത് I നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് Jയിൽ അവസാനിക്കുന്ന ട്രിപ്പ്. ഓക്കെ, അതായത് ഇതിന്റെ സോണുകളുടെ ഇന്റർസെക്ഷൻ, അതായത് ഒറിജിൻ ഡെസ്റ്റിനേഷൻ സോണുകളുടെ ഇന്റർസെക്ഷൻ വരുന്ന പോയിന്റിൽ നമുക്ക് TIJ, T42, T33 എന്നൊക്കെ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ സോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സോണിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകൾ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, the number of trips indicated at the intersection of any zone of origin and attraction, TIJ represent the number of trips originating in zone I and terminating in zone J. The total number of any individual row, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോസ് സം ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, I അതായത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. റെപ്രസെന്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റഡ് ഇൻ സോൺ I. ഓക്കെ, അതായത് ആ ഒരു പർട്ടിക്കുലർ സോണിൽ ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ആണ് നമുക്ക് റോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, സിമിലർലി ദ ടോട്ടൽ ഓഫ് എനി ഇൻഡിവിജ്വൽ കോളം, ഓക്കെ, J represent the number of trips terminating in zone J. അപ്പം ഇവിടെ ഒരു കോളം ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ J എന്ന് പറയുന്ന സോണിൽ അല്ലെങ്കിൽ ആ റോയിൽ ഏത് സോണാണോ ഉള്ളത് ആ സോണിൽ അവസാനിക്കുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് AJ. ഓക്കെ, ഇനി ഇവിടെ ഒരു മെട്രിക്സ് കാണാം.
പ്രസന്റ് ഓഡി മെട്രിക്സ്, ഫ്യൂച്ചർ ഓഡി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് മെട്രിക്സ് കാണിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതെങ്ങനെയാണ് ഇതിന്റെ അകത്തുനിന്ന് ട്രിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു 100 എന്ന് എഴുതിയ കാണാം. അതായത് ഇതിൽ 1 എന്ന് പറയുന്ന ഒറിജിൻ ആണ്, 2 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ആണ്. അതായത് 1 എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2ൽ അവസാനിക്കുന്ന ട്രിപ്പ്. ഓക്കെ, ഈ 200 എന്താ ഉദ്ദേശിക്കുന്നത്? 1 എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 3ൽ അവസാനിക്കുന്ന ട്രിപ്പ്. ഓക്കെ, 100 ട്രിപ്പുകൾ ഉണ്ട് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2ൽ അവസാനിക്കുന്നത്. അതുപോലെ 200 ട്രിപ്പുകൾ ഉണ്ട് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3ൽ അവസാനിക്കുന്നത്. ഓക്കെ, TIJ എന്നുള്ള ആ റെപ്രസെന്റേഷനിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഈ ഒരു 210 എന്ന് പറഞ്ഞാൽ എന്താ? 4 എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 എന്ന് പറയുന്ന സോണിൽ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒറിജിൻ 4 ആണ്, ഡെസ്റ്റിനേഷൻ 1 ആണ്. അത്രയും നമ്പർ ഓഫ് ട്രിപ്സ്, 210 നമ്പർ ഓഫ് ട്രിപ്സ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഇതിന്റെ റോ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് 1 എന്ന് പറയുന്ന സോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആണ്. അപ്പൊ ഈ ഫിഗർ പ്രകാരം 1ൽ ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ ട്രിപ്പ് എന്ന് പറയുന്നത് 100 + 200 + 120 ആയിരിക്കും. ദാറ്റ് ഈസ് 300 + 120 420 ആയിരിക്കും 1 എന്ന് പറയുന്ന സോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ്. ഇനി കോളം ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഇവിടെ 300 + 250 550 + 200 750 + 10 ദാറ്റ് ഈസ് 760. അപ്പൊ ഈ 760 എന്ന് പറയുന്നതായിരിക്കും 1 എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന നമ്പർ ഓഫ് ട്രിപ്പ്. അപ്പോൾ റോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ആണ്. കോളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സോണിൽ എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് പറ്റും. തേർഡ് വൺ, മോഡ് യൂസേജ് ഓർ ചോയ്സ്. അതായത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് മോഡ് യൂസേജ് ഓർ ചോയ്സ് ആണ്. ഓക്കെ, അപ്പം ഇതില് നമുക്ക് ഏത് രീതിയിലുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ആദ്യം ജനറേറ്റ് ചെയ്തു, ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ട്രിപ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഏത് ഒറിജിനിൽ നിന്ന് ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ട്രിപ്പുകൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടും ഈ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് അത് യൂസ് ചെയ്യുന്ന ആളുകളാണ് ചൂസ് ചെയ്യുന്നത്, അല്ലെ? അവരാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉള്ളത്. നമുക്ക് ആളുകളുടെ ചോയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ഒന്ന് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനും, പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ട് യാത്ര ചെയ്യുന്നത്, ഒന്ന് പബ്ലിക് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതും. അപ്പോൾ ആളുകൾ ഇത് രണ്ടും ചൂസ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പം എന്തൊക്കെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങൾ. പബ്ലിക് ട്രാൻസ്പോർട്ട് മോഡ്സ് മേക്ക് യൂസ് ഓഫ് റോഡ് സ്പേസ് മോർ എഫിഷ്യന്റ്ലി ദാൻ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട്. അപ്പൊ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനേക്കാളും എഫിഷ്യന്റ് ആയിട്ട് റോഡ് സ്പേസ് യൂസ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് ആണ്, അല്ലെ? അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകളൊക്കെ ആണെങ്കിൽ ആ റോഡിലുള്ള സ്പേസ്, ആ ബസ്സിന്റെ ആ ഒരു സ്പേസിൽ ഒരു 40 ആളുകളൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യും. പ്രൈവറ്റ് വെഹിക്കിൾസ് ആണെങ്കിൽ ആ ബസ്സിൽ 40 ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥാനത്ത് ചിലപ്പോൾ 2 കാറുകളെ ബസ്സിന്റെ സ്പേസിൽ വരാൻ പറ്റുള്ളൂ, മാക്സിമം 8 ആളൊക്കെ അതിൽ യാത്ര ചെയ്യുള്ളൂ. അപ്പം റോഡിലുള്ള സ്പേസ് പ്രോപ്പർ ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. Okay, also they have more social benefits, like if more people begin to use public transport, there will be less congestion on roads and the accidents will be less. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഞ്ചഷൻ കുറയും, റോഡിന്റെ ട്രാഫിക് കുറയും, വാഹനങ്ങളുടെ എണ്ണം കുറയും, അല്ലെ? പ്രൈവറ്റ് വെഹിക്കിൾസ് എടുത്ത ആളുകൾ ഇറങ്ങുന്നത് കുറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ റോഡിൽ കഞ്ചഷൻസ് ഉണ്ടാവുന്ന കുറയും, അതുപോലെ തന്നെ ആക്സിഡൻസും കുറയും. വാഹനങ്ങളുടെ എണ്ണം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്സിഡൻസും കുറയും. അഗൈൻ ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് വി ക്യാൻ ട്രാവൽ വിത്ത് ലോ കോസ്റ്റ്. വേറൊരു ഗുണം പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ, നമുക്ക് അവിടെ എക്കണോമിക്കലായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? അതുപോലെ തന്നെ ഫ്യൂവൽ ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഫ്യൂവൽ കൺസപ്ഷൻ അവിടെ കുറഞ്ഞു, അല്ലെ? അപ്പൊ അവിടെ എനർജി കൺസർവേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് ദാറ്റ് they will have some particular scheduled frequency etc. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്തിനല്ല അത് വരുന്നത്, അല്ലെ? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെതായിട്ടുള്ള ഷെഡ്യൂളുകൾ ഉണ്ട്, ഇത്ര ടൈം ഇന്റർവെല്ലിൽ റെഗുലർ ആയിട്ട് ഒക്കെ ഉണ്ടാവാനുള്ളതൊക്കെ സാഹചര്യമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമല്ല, അതിൻ്റെതായിട്ടുള്ള ടൈമും ഷെഡ്യൂളും ഫ്രീക്വൻസിയും ഒക്കെ ഉണ്ട്. ഇനി പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നോക്കുവാണെങ്കിൽ, ഓൺ ദ അതർ ഹാൻഡ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. അതായത് ഏത് സമയത്തും നമുക്ക് എങ്ങനെയും പോവാം, അല്ലെ? പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട്
നമ്മൾ പബ്ലിക് ആണെങ്കിൽ അതിൻ്റെതായ സമയത്തെ നമുക്ക് അതിൽ കയറാനായിട്ട് പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാവും ബസ്സൊക്കെ ആണെങ്കിൽ അല്ലെ. എന്നാൽ ഇതിൽ അങ്ങനെയില്ല, നമ്മൾ എപ്പോഴാണോ റെഡി ആവുന്നത് അപ്പം നമുക്ക് നമ്മുടെ വെഹിക്കിൾ എടുത്തിട്ട് പോവാം. ഇറ്റ് പ്രൊവൈഡ്സ് മോർ കംഫർട്ടബിൾ ആൻഡ് കൺവീനിയന്റ് ട്രാവൽ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനേക്കാളും കുറെ കൂടി കംഫർട്ടബിളും കൺവീനിയന്റും ഇപ്പൊ നമ്മുടെ നാടിനെ വെച്ച് പറയുകയാണെങ്കിൽ അത് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. അതുപോലെ ആക്സസിബിലിറ്റി കൂടുതലും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനിലാണ്. കാരണം ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളായിരിക്കുന്ന സിറ്റിയിലേക്ക് നിങ്ങൾ പോവാന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം ബസ് കൊണ്ടുപോയി നിർത്തുന്ന ബസ് സ്റ്റോപ്പിലായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പോകേണ്ട മെയിൻ ആയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്തേക്ക് ചിലപ്പം ബസ് പോകുന്ന സ്ഥലമായിരിക്കില്ല. അപ്പൊ നിങ്ങൾ ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക്, അതായത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ വാക്ക് ചെയ്തിട്ടോ ഒക്കെ പോകേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഓക്കെ, എന്നാൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെയാണോ നമുക്ക് എത്തേണ്ടത് അവിടേക്ക് ഡയറക്റ്റ് നമുക്ക് എത്താം. അതായത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല അല്ലെ. അതായത് എവിടെയാണോ സ്റ്റോപ്പ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനിൽ ബാധിക്കുന്നില്ല. നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അതിലേക്ക് ഡയറക്റ്റ് ആക്സസ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. The issue of more choice, therefore, is probably the single most important element in transport planning and policy making. അപ്പം ഈ മോർ ചോയ്സ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്, ആളുകൾ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആളുകൾ കൂടുതലായിട്ടും പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റോഡിൽ അതിനനുസരിച്ച് കൂടുതൽ ഫെസിലിറ്റി കൊടുക്കണം, വീതി കൊടുക്കണം, കൺജഷൻ ഇല്ലാതിരിക്കാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അല്ലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ കൺജഷൻസ് ഒക്കെ നോർമലി കുറവായിരിക്കും, നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. അപ്പൊ ആളുകൾ എന്തിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് എഫക്ട്സ് ദ ജനറൽ എഫിഷ്യൻസി വിത്ത് വിച്ച് വി ക്യാൻ ട്രാവൽ ഇൻ അർബൻ ഏരിയാസ്. അപ്പൊ മോഡ് ചോയ്സ് അല്ലെ, ഇപ്പൊ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ എടുത്തിട്ട് അർബൻ ഏരിയാസിൽ ഇറങ്ങുകയാണെങ്കിൽ ബ്ലോക്ക് ഉള്ളതിന്റെ ഇരട്ടിയാവും, കൂടുതൽ വരും. അപ്പം അതൊക്കെ ആ ഒരു എഫിഷ്യൻസിനൊക്കെ ബാധിക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദെൻ ടു ഡെവലപ്പ് and use models which are sensitive to those travel attributes that influence individual choices of mode. അപ്പം നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏത് ചോയ്സസ് ആളുകൾ യൂസ് ചെയ്യും, അതായത് ഏത് മോഡ് ആളുകൾ ചൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ചോയ്സ് ഓഫ് മോഡ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആളുകൾ ഒരു മോഡ് ചൂസ് ചെയ്യുന്നതിൽ ഉള്ളതെന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആളുകളുടെ മോഡ് ചോയ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഫാക്ടേഴ്സ് മേ ബി ലിസ്റ്റഡ് അണ്ടർ 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാം ആളുകൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകൾ. അപ്പൊ ആദ്യത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രിപ്പ് മേക്കർ. ഓക്കെ, ആളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ആ യാത്ര ചെയ്യുന്ന ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഇപ്പം അയാൾക്ക് കാർ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഒരു കാറിന്റെ ഓണർ ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രൈവറ്റ് വെഹിക്കിൾ യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലൈസൻസ് കൊണ്ട് വാഹനം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾ തന്നെ യൂസ് ചെയ്യും. ഓക്കെ, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആളാണ് അല്ലെങ്കിൽ കാർ ഇല്ലാത്ത ആളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമാണ്. ഓക്കെ, ഇനി ഹൗസ് ഹോൾഡ് സ്ട്രക്ചർ. ആളുകൾ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഏത് ഏജ് ഗ്രൂപ്പിലാണ്, കുട്ടികളുള്ളവരാണോ, യങ് കപ്പിളാണോ, റിട്ടയർഡ് ആളുകളാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ ആ വീട്ടിലെ ആളുകളുടെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് ആളുകൾ മോഡ് ചൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് അല്ലെ. ഇപ്പം ഫാമിലി ആയിട്ടൊക്കെ പോവാണെങ്കിൽ അവർക്ക് കാറും കൂടി അവൈലബിൾ ആണെങ്കിൽ അവരെന്തായാലും കാസ് തന്നെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇൻകം ഒരു വലിയ ഫാക്ടറാണ്. ഓക്കെ, ആളുകളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് പ്രൈവറ്റ് വെഹിക്കിൾ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. രണ്ടാമത് യാത്രയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, മോർ ചോയ്സ് ഈസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഒന്ന് ട്രിപ്പ് പേർപ്പസ്. ഫോർ എക്സാമ്പിൾ, ജേർണി ടു വർക്ക് ഈസ് നോർമലി ഈസിയർ ടു അണ്ടർടേക്ക് ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ദാൻ അതർ ജേർണീസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് റെഗുലാരിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് പോസിബിൾ ഇൻ ദ ലോങ് റൺ. അപ്പൊ ഏത് പേർപ്പസിന് വേണ്ടി യാത്ര ചെയ്യുന്നു എന്നുള്ളത് മോഡ് ചോയ്സിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം ജോബിനൊക്കെ വേണ്ടി പോവുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് പോകുന്നതായതുകൊണ്ട് നമുക്ക് ബസ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയായിരിക്കും. അപ്പം അത് ടൈമൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആളുകൾ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഓക്കെ, അതായത് എന്ത് പേർപ്പസിന് വേണ്ടി യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഷോപ്പിങ്ങിനൊക്കെയാണ് വീട്ടിലെ 4 പേരൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രൈവറ്റ് വെഹിക്കിൾസ് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്
ടൈം ഓഫ് ദ ഡേ വെൻ ദ ജേർണി ഈസ് അണ്ടർടേക്കൺ, ഏത് സമയത്താണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് ഇപ്പം ലൈറ്റ് ട്രിപ്പുകളൊക്കെ ആണെങ്കിൽ, രാത്രിയുള്ള ട്രിപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും പ്രൈവറ്റ് വെഹിക്കിൾസ് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരു സമയം കഴിഞ്ഞാൽ ഒരു പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിരിക്കില്ല റെഗുലർ ആയിട്ട്. ഓക്കെ, അപ്പൊ പകലൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യാം. എന്നാൽ ഒരു സമയം കഴിഞ്ഞാൽ ഓക്കെ അവിടെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. കാരണം വെഹിക്കിൾസിന് എണ്ണം കുറവായിരിക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ. അപ്പൊ പ്രൈവറ്റ് വെഹിക്കിൾസിനെ കൂടുതലായിട്ടും ആശ്രയിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ഓക്കെ, അപ്പം യാത്രയുടെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് ആളുകൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് ചൂസ് ചെയ്യാം. മൂന്നാമത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. ഓക്കെ, അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീനെ ബേസ് ചെയ്തിട്ട് ആളുകൾ ചൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ രണ്ട് രീതിയിൽ ആളുകൾ ചൂസ് ചെയ്യാറുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീനെ ബേസ് ചെയ്തിട്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഓക്കെ, ഒന്ന് ക്വാളിറ്റേറ്റീവ്. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് വൈസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീന്റെ ബേസിസിൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. രണ്ടാമത്തത് ക്വാളിറ്റീന്റെ ബേസിസിൽ എങ്ങനെയാണ് ആളുകൾ ചൂസ് ചെയ്യാൻ സാധ്യതകൾ നമുക്ക് നോക്കാം. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒന്ന് റിലേറ്റീവ് ട്രാവൽ ടൈം, ഓക്കെ, ഇൻ വെഹിക്കിൾ വെയിറ്റിംഗ് ആൻഡ് വാക്കിംഗ് ടൈംസ് ബൈ ഈച്ച് മോഡ്. അപ്പം സമയം കൂടുമ്പോൾ ആളുകൾ കൂടുതലായിട്ടും പ്രൈവറ്റ് വെഹിക്കിളിൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതായത് ഇപ്പം ബസ്സിനൊക്കെ ആണെങ്കിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയാണോ ബസ് കിട്ടുന്നത് അവിടെ എത്തണം, അതിനൊരു സമയമുണ്ട്. പിന്നെ ബസ് വരുന്നത് നോക്കി കാത്തിരിക്കണം, അപ്പൊ അതിന് ഒരു സമയം വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ ബസ് എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി ആളുകളെയൊക്കെ കയറ്റി അതിന്റെ ടൈം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അത് പോവുക. പിന്നെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെയും നടക്കേണ്ടതായിട്ടുണ്ടാവും നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക്. അപ്പൊ ടൈം ഒരു ഫാക്ടറാണ്. ഓക്കെ, രണ്ടാമത്തത് മോണിറ്ററി കോസ്റ്റ്, അതായത് യാത്രാ ചെലവ് അല്ലെ. അതായത് ഇപ്പം ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അതിൽ വരുന്ന ചാർജ്, യാത്രേന്റെ ചാർജ്. ഇപ്പൊ അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾ ആണെങ്കിൽ ഫ്യൂവൽ കോസ്റ്റ്, ഓക്കെ, അങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇപ്പം ടോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ എമൗണ്ട് ഒക്കെ വരും. അപ്പൊ അതൊരു ഫാക്ടറാണ്. ഓക്കെ, ഇപ്പൊ സിംഗിൾ ആയിട്ടൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ ദൂരമൊക്കെ യാത്ര ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ അവിടെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അധികം ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഓക്കെ, ഇപ്പൊ ക്വാണ്ടിറ്റിയില് ഒന്ന് ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾ പ്രൈവറ്റ് വെഹിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, കോസ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ അവൈലബിലിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് പാർക്കിംഗ്. ഓക്കെ, ഇപ്പം പാർക്കിംഗ് അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഒരു ഫാക്ടറാണ്. നമ്മളിപ്പോ പ്രൈവറ്റ് വെഹിക്കിൾസ് എടുത്ത് പോയിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ യൂസ് ചെയ്യും. അപ്പൊ കാറ് പാർക്കിങ്ങിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഓക്കെ, അപ്പം അതുപോലെ തന്നെ പാർക്കിംഗ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ വീണ്ടും ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ വരുന്ന ഇതാണ്. ഇനി ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Qualitative factors which are less easy to measure are first one comfort and convenience. ആളുകൾ കംഫർട്ടും കൺവീനിയൻസും ഒരു ഫാക്ടർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാനുള്ള, പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ കംഫർട്ടും കൺവീനിയൻസും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ വരണം. എന്നാൽ നിലവിൽ നമുക്ക് ഉള്ള സാഹചര്യത്തിൽ അത് കുറവാക്കാം. കംഫർട്ടും കൺവീനിയൻസും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ കുറവാണ്. കാരണം നമുക്ക് റെഗുലർ ആയിട്ടുള്ള വാഹന സൗകര്യങ്ങൾ ഇല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇരിക്കാവുന്നതിലും അധികം ആളുകൾ ബസ്സിലൊക്കെ കയറാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കംഫർട്ടും കൺവീനിയൻസും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ഇല്ല, ക്വാളിറ്റി നോക്കുന്ന ആളുകളാണെങ്കിൽ. അതുപോലെ തന്നെ റിലയബിലിറ്റി ആൻഡ് റെഗുലാരിറ്റി, ഓക്കെ, അതും അതായത് റെഗുലർ ആയിട്ടുണ്ടോ, റെഗുലർ ടൈം ഇന്റർവെല്ലിൽ ഉണ്ടോ, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ ബസ്സിലൊക്കെ കയറിയാൽ, ഇപ്പൊ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു ടയറൊക്കെ പഞ്ചറായി അല്ലെങ്കിൽ എന്തെങ്കിലും ബസ് കേടായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. വേറെ ബസ്സിലൊക്കെ കയറി പിന്നെ സീറ്റൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സമയത്തിന് നമുക്ക് എത്തേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ആയി, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആ ടൈം മാനേജ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ പോകാനായിട്ട് പറ്റില്ല. എല്ലാ സ്റ്റോപ്പുകളിൽ നിന്നൊക്കെ ആളെ എടുത്തൊക്കെ പോകുമ്പോഴത്തേനും ആ ലേറ്റ് ആയത് ഒരു പക്ഷെ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ല. ഓക്കെ, അപ്പം അത് നമുക്ക് 100% പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരു കാര്യമാണ്. ഇനി അടുത്ത പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി. പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും
ആളുകൾ നോക്കുവാണെങ്കിൽ അവര് കൂടുതലായിട്ടും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ തന്നെ അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ഇപ്പം നമ്മൾ ലഗേജസ് ഒക്കെ വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ അവിടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ട് അല്ലെ. സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ പ്രൈവറ്റ് വെഹിക്കിൾസിലാണ്. എന്നാൽ നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആളുകൾ അത് ചൂസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ആളുകൾ അവരുടെ ഏതാണ് അവര് യാത്ര ചെയ്യേണ്ട മോഡ് എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, എ ഗുഡ് മോഡ് ചോയ്സ് ഷുഡ് ഇൻക്ലൂഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. അപ്പൊ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഒരു നല്ല മോഡ് ചോയ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, മോഡ് യൂസേജ് കഴിഞ്ഞാൽ വരുന്ന ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്ന ട്രിപ്പ് ഓർ ട്രാഫിക് അസൈൻമെന്റ് ആണ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ഗിവൺ സെറ്റ് ഓഫ് ട്രിപ്പ് ഇന്റർചേഞ്ചസ് ടു ദ സ്പെസിഫൈഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഈസ് യൂഷ്വലി റെഫേർഡ് ടു ആസ് ട്രാഫിക് അസൈൻമെന്റ്. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മോഡ് യൂസ് ചെയ്യുന്നത്, അതായത് ഏത് മോഡ് യൂസ് ചെയ്തിട്ട് അവര് ആ ഒരു ഒറിജിൻ ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ കിട്ടി. ഓക്കെ, ആ പല മോഡുകൾ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ട്രിപ്പ് ഏത് റൂട്ടിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, അതായത് പല മോഡുകൾ യൂസ് ചെയ്തിട്ട് യാത്ര ചെയ്യുന്ന ട്രിപ്പുകൾ അത് ഏത് റൂട്ടിൽ ആ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നു ഓക്കെ എന്നുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ട്രാഫിക് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗുണം എന്താ? The major aims of trip assignment procedures are to estimate the volume of traffic on the links of the network and obtain aggregate network measures. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ റൂട്ടിലും ഓക്കെ ഉള്ള ട്രാഫിക്കിന്റെ വോളിയം നമുക്ക് കിട്ടും. ഓക്കെ, ഓരോ റൂട്ടിലും എത്രമാത്രം വാഹനങ്ങൾ ഉണ്ട് ഓക്കെ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാനിങ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഓരോ റൂട്ടിലും എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് വരാം, ഓക്കെ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് അലോട്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആ ഒരു ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ, അതായത് എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ഉണ്ടെന്നുള്ളതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ വരാമെന്നുള്ളതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം ടു എസ്റ്റിമേറ്റ് ഇന്റർ സോണൽ ട്രാവൽ കോസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഏത് റൂട്ടിലാണ് യാത്ര ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സോണിലേക്കുള്ള ട്രാവൽ കോസ്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ദൂരവും കാര്യങ്ങളും ആ റൂട്ടിൽ കൺജഷൻ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രാവൽ കോസ്റ്റ് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടു അനലൈസ് ദ ട്രാവൽ പാറ്റേൺ ഓഫ് ഈച്ച് ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ പെയർ. അപ്പം ഓരോ ട്രാവൽ പാറ്റേൺ നമുക്ക്, അതായത് ഒരു പർട്ടിക്കുലർ ഒറിജിൻ നിന്ന് പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്കുള്ള ട്രാവൽ പാറ്റേൺ നമുക്ക് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് ആ പ്ലാനിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടു ഐഡന്റിഫൈ ദ കൺജസ്റ്റഡ് ലിങ്ക്. ഓക്കെ, അതായത് കൺജഷൻ വരുന്ന റോഡ് ഏതാണ്. ഓക്കെ, ആൻഡ് ടു കളക്ട് ട്രാഫിക് ഡാറ്റ യൂസ്ഫുൾ ഫോർ ദ ഡിസൈൻ ഓഫ് ഫ്യൂച്ചർ ജംഗ്ഷൻ. ഇപ്പൊ എവിടെയാണ് കൂടുതലും കൺജഷൻസ് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ബ്ലോക്കുകൾ വരുന്നത്, ഓക്കെ ഏത് റൂട്ടിലാണ് ട്രാഫിക് സ്ലോ ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ട്രാഫിക് ഡാറ്റേന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ഭാവിയിൽ പ്ലാൻ ചെയ്യാനും ഓക്കെ ഓരോ ജംഗ്ഷൻസ് പ്ലാൻ ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിലുള്ള ജംഗ്ഷൻസ് കൊടുക്കണം ഓക്കെ അതിനൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിലൊക്കെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ക്രോസ് ചെയ്യുന്ന റോഡുകൾ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു റോഡിൽ ഇത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് വരുന്നുണ്ട്, മറ്റേ റോഡിൽ ക്രോസ് ചെയ്ത് പോകുന്ന അടുത്ത റോഡിൽ ഇത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് വരുന്നുണ്ട്. അപ്പൊ ഏതിലാണ് കൂടുതൽ വരുന്നത്, അപ്പൊ അതിനൊക്കെ അനുസരിച്ചിട്ട് അവിടെ ആ ജംഗ്ഷനിൽ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇപ്പൊ സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓരോന്നിനും എത്ര ടൈം കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.